മാർക്ക് മൈ വേർഡ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സിനിമ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അത് 100% ഉറപ്പാണ്. ഇതൊന്നും സിനിമ ആയിരിക്കില്ല, ഇതെല്ലാം നിങ്ങളുടെ ജീവിതമായിരിക്കും. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇത്തരം സിനിമകൾ മാത്രമായിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും 10 സിനിമ വെച്ച് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഇത് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കും എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ പോകുന്ന 10 സിനിമകൾ. ഒന്നാമത്തെ സിനിമ ദ ഷോൺഷങ് റിഡംപ്ഷൻ. 1940 ഈ ഒരു കഥ നടക്കുന്നത്. നായകനെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലേക്ക് അടയ്ക്കുന്നു. ശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ചിത്രങ്ങളുടെ ഇതിവൃത്തം. ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്തായിരിക്കും? ക്രൈം, അല്ലെങ്കിൽ ഒരു ത്രില്ലർ, അല്ലെങ്കിൽ ആക്ഷൻ, അത്തരത്തിലുള്ള ഒരു പാറ്റേൺ ഓഫ് സാധനമാണ് ഇങ്ങനെ ഒരു തീമിലേക്ക് പൊതുവെ പോവാറ്. പക്ഷേ ഈ സിനിമ ഒരു ഫീൽ ഗുഡ് ആണെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും ഈ സിനിമ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. കാണാത്തവരോടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഈ സിനിമയെ കുറിച്ചിട്ട് പേര് കേൾക്കുകയോ പേര് കേൾക്കാതിരിക്കുകയോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ മസ്റ്റായിട്ട് ഇന്നത്തെ സിനിമ ഇതായിരിക്കണം. നിങ്ങൾക്ക് ഈ ഒരു സിനിമ തരാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നും ആയിരിക്കില്ല. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. ഈ സിനിമയെ കുറിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഒരു പക്ഷെ അത് തീർന്നു എന്ന് വരില്ല. അത്രയും കാര്യങ്ങൾ നമുക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുണ്ടാവും. പക്ഷെ എന്നാൽ ഒറ്റൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സിനിമയിലേക്ക് പോകാം. IMDbയിൽ ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് ഉള്ള സിനിമ അത് ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അത് വർഷങ്ങളായിട്ട് ഈ സിനിമ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, കണ്ടു നോക്കുക. രണ്ടാമത്തെ സിനിമ ഫൈറ്റ് ക്ലബ്. പേര് കേട്ടല്ലോ, ഇതിൻ്റെ മൂഡ് മനസ്സിലായല്ലോ. അതെ, ഒരു ത്രില്ലർ, മിസ്റ്ററി, അല്ലെങ്കിൽ ഒരു ആക്ഷൻ കാറ്റഗറിയിലൊക്കെ പെടുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഫൈറ്റ് ക്ലബിൻ്റെ ഒരു റൂളാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ ഞാനൊരു റൂള് തെറ്റിച്ചു. അതായത് നമ്മുടെ ലെജൻഡറി സംവിധായകനായിട്ടുള്ള ഡേവിഡ് ഫിഞ്ചറാണ് ഈ ഫൈറ്റ് ക്ലബ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. പുള്ളിയുടെ മറ്റ് സിനിമകളൊക്കെ ഓർമ്മയില്ലേ? പുള്ളിയുടെ ഒരു വിധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ പുള്ളി ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും നമ്മളുടെ ഈ ഒരു മസ്റ്റ് വാച്ച് ലിസ്റ്റിലേക്ക് വരേണ്ട സിനിമകളാണ്. അപ്പോൾ എല്ലാം ഞാൻ എത്തിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ ഫൈറ്റ് ക്ലബിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. കാരണം ഫൈറ്റ് ക്ലബ്ബ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഒന്നും അറിയാതെ കാണേണ്ട ഒരു സിനിമയാണിത്. ഒരു മൾട്ടിപ്പിൾ എൻഡിങ്, അല്ലെങ്കിൽ ഒരുപാട് ലെയേഴ്സ് ഉള്ള, ഓരോ പ്രാവശ്യം കാണുന്ന സമയത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമാക്സ് വരുന്ന ഒരു ചിത്രമാണ് ഫൈറ്റ് ക്ലബ് എന്ന് പറയുന്നത്. നിങ്ങളൊരു സിനിമാ സ്നേഹിയാണ്, ത്രില്ലേഴ്സ് ഇഷ്ടമാണ്, ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെ കാണണമെന്നുണ്ട് എന്നാൽ ധൈര്യമായിട്ട് ഒരു 20-25 വർഷം മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമ നിങ്ങൾക്ക് നെഞ്ചും വിരിച്ച് കാണാം. അത്രയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പടമാണ്. മൂന്നാമത്തെ സിനിമ ദ ഗോഡ് ഫാദർ. പേരിൽ തന്നെ ആ ഒരു രാജകീയതയുണ്ട്. ഫിലിം മേക്കിംഗ് എന്താണെന്ന്, അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ പറയും അന്ധകാലത്തെ പടം, അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സിനിമ എടുത്തു എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ സ്റ്റാലിൻ കുബ്രിക്കിൻ്റെ ഒക്കെ ചില സിനിമകളൊക്കെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. എന്നാൽ ഏതൊരു കാലഘട്ടത്തിലിരുന്ന് കണ്ടു കഴിഞ്ഞാലും ഫ്രഷ് എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള പല സിനിമകളും ഇൻസ്പയർ ആയിട്ടുള്ള, അതായത് കട്ടെടുത്തിട്ടുള്ള തന്നെ പറയണം, അത്തരത്തിലുള്ളൊരു ഗാങ്സ്റ്റർ മൂഡിലേക്ക് കൊണ്ടുപോയൊരു ചിത്രമാണ് ദ ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. ദ ഗോഡ് ഫാദർ 3 സിനിമകളായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇന്ന് കാണുന്ന എല്ലാ ഗാങ്സ്റ്റർ പടങ്ങളും ഇതിൽ നിന്നാണ് ഇൻസ്പിറേഷൻ വന്നിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? എന്നാൽ അങ്ങനെയുള്ളൊരു സിനിമയാണ് ഇത്. സോ നിർബന്ധമായിട്ടും കണ്ടുപോകുക, ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമൽ നീരദ് ഈ ഒരു പടത്തിൽ നിന്നാണ് ഭീഷ്മപർവ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എടുത്തിട്ടുള്ളത്. ഭീഷ്മപർവ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് റീമേക്കുകൾ ഈ ഒരു സിനിമയെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടുപോകുക. ഫസ്റ്റ് ഞാൻ ഈ സിനിമ കാണുന്ന സമയത്ത് ഉറക്കഗുളികയായിരുന്നു. ഞാൻ ഉറങ്ങി തൂങ്ങി. അന്നത്തെ ചെറുപ്പത്തിലായിരുന്നു, ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശേഷം വീണ്ടും കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു ഫിലിം മേക്കിംഗ്, അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ എങ്ങനെയാവണം എന്നുള്ളതാണ് ആ ഒരു സിനിമ. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സിനിമ എത്ര കാലം വേണമെങ്കിൽ ആളുകൾ കണ്ടിരിക്കും എന്നതിൻ്റെ തെളിവാണ് ആ ഒരു സിനിമ.
നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു സിനിമ ചെയ്യണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതണോ, അറിയാത്തതാണോ പ്രശ്നം? ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓൺലൈനായിട്ട് ഞാനൊരു കോഴ്സ് കൊടുക്കുന്നുണ്ട്, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഈ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആ ഒരു ലിങ്കിലോ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. വാട്സപ്പ് മെസ്സേജാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കി അവിടെ കാണാം. അപ്പോൾ നമുക്ക് അടുത്ത സിനിമ, 4ാമത്തെ സിനിമയിലേക്ക് കിടക്കാം. ദ ഡാർക്ക് നൈറ്റ്. ഞാൻ ഇത് മൊത്തം ബാറ്റ്മാൻ സീരീസ് ആയിട്ടാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഓരോ വീഡിയോയിലും അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ബാറ്റ്മാൻ എന്ന് പറയുന്ന സിനിമ ഏകദേശം നോളൻ്റെ ബാറ്റ്മാൻ ഉണ്ട്, അത് ഏകദേശം ഒരു 3 ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റിസ് ലീഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പല സംഭവങ്ങളുണ്ട്, പക്ഷെ അതിലേക്കൊന്നും പറയുന്നില്ല. ഞാൻ നോളൻ്റെ ബാറ്റ്മാനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് 3 വേറെ ലെവലാണ്. എന്നോട് നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു മൂവി സീരീസ് കാണണമെന്ന് പറയുവാണെങ്കിൽ ഒരുപാടുണ്ടല്ലോ. ഹാരി പോട്ടർ ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ നിർബന്ധമായിട്ടും കാണണമെന്ന് പറയുന്നത് ഈ ബാറ്റ്മാൻ്റെ നോളൻ്റെ ഈ 3 സിനിമകളായിരിക്കും. ബാറ്റ്മാൻ നിങ്ങൾക്കറിയാമല്ലോ, ജോക്കറിൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടൊന്നും പ്രത്യേകം പറയേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളത് എനിക്കറിയാം അല്ലേ. ക്രിസ്ത്യൻ ബെയിലിൻ്റെ കിടിലം പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ DC-യിൽ തന്നെ, അല്ലെങ്കിൽ DC ഫിലിംസിൽ വളരെ താഴ്ന്നു നിന്നിട്ടുള്ളൊരു സിറ്റുവേഷനിൽ എഴുന്നേൽപ്പിച്ചത് ഈ സിനിമയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ സിനിമ കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയിലേക്ക് പോവാം. 5ാമത്തെ സിനിമ ജോക്കർ. നമ്മളിപ്പോൾ നോളൻ്റെ സിനിമയിൽ ജോക്കറിനെ പറ്റി പറഞ്ഞു. അതിൻ്റെ വേറൊരു ജോക്കറിൻ്റെ വ്യൂ ഓഫ് പോയിന്റിലുള്ള സിനിമയായിരുന്നു ജോക്കർ. ഇതിൻ്റെ 2 പാർട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ 1ാമത്തെ പാർട്ടാണ് നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെ മെമ്മറി എന്ന് പറയുന്നത് അത് വളരെയധികം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെയാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ അത്രയും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലറും കാര്യങ്ങളും ആയിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ട്രെയിലറിൽ തന്നെ ആ ഒരു ആക്ടറിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ എന്ത് പ്രതീക്ഷിച്ചോ അത് തന്നെയായിരുന്നു ജോക്കറിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേയും അതിനോടൊപ്പം തന്നെ ഒരു പെർഫോമൻസും എക്സെട്ര എല്ലാ കാര്യങ്ങളും എനിക്ക് ജോക്കറിൽ നിന്ന് കിട്ടിയിരുന്നു. ജോക്കർ എന്ന് പറയുന്ന സമയത്ത് വെറുതെ ഒരാൾ ഒരു വില്ലൻ ആവുകയല്ല, അതിനൊരു ശക്തമായിട്ടുള്ള ഒരു കാരണം ഉണ്ട് എന്ന് തെളിയിച്ച സിനിമ കൂടിയാണ്. വില്ലന് വരെ ഒരു ശക്തമായിട്ടുള്ള ഒരു ബാക്കപ്പ് സ്റ്റോറി, അല്ലെങ്കിൽ അയാൾ എങ്ങനെ ഇതിലേക്ക് വന്നു, അയാൾ എങ്ങനെയാണ് ഇങ്ങനെയായി മാറിയത് എന്നത് വളരെ റോ ആയിട്ട് തന്നെ കാണിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2ാമത്തെ ജോക്കർ അല്ല, 1ാമത്തെ ജോക്കർ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടുപോകുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും സമയനഷ്ടം ഇല്ലാത്ത ഒരു സിനിമയായിരിക്കും അത്. 6ാമത്തെ സിനിമ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരസൈറ്റ് ഒരു ജീവിയുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ആ പാരസൈറ്റിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് ആ ജീവിയായിരിക്കും. ആ ജീവിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതെല്ലാം പാരസൈറ്റ് കടിച്ച് പറിച്ച് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവസാനം ഈ പാരസൈറ്റ് അങ്ങോട്ട് പുറത്തേക്ക് വരും. ഈ പുറത്തേക്ക് വരുന്ന ഈ ഒരു സമയത്ത് ആ പാരസൈറ്റ് പ്രവേശിച്ച എന്ത് ജീവിയാണോ അത് തീരുമാനമായിട്ടുണ്ടാവും. ഈ പാരസൈറ്റുകൾ പൊതുവെ മനുഷ്യന്മാർ കാണാറില്ല, മൃഗങ്ങളിലാണ് കാണാറ്, സസ്യങ്ങളിൽ കാണാറുണ്ട്. ഞാനൊരു സയൻസ് ക്ലാസ് എടുക്കുകയല്ല, ഇത് തന്നെയാണ് സിനിമ. കുറച്ച് പണക്കാരുടെ വീട്ടിലേക്ക് നായകനും കുടുംബവും കയറുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഓസ്കാർ കിട്ടിയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പുള്ള സിനിമകൾ, ഒരുവിധം സിനിമകളൊക്കെ നമ്മുടെ ലിസ്റ്റിലേക്ക് ഭാവിയിൽ വരും. അപ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു മസ്റ്റ് വാച്ച് ലിസ്റ്റിലേക്ക് പടങ്ങൾ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. കൂടുതൽ സിനിമകൾ പറയുകയാണെങ്കിൽ അത്രയും ഉപകാരമായിരിക്കും. പാരസൈറ്റ് എന്ന് പറയുന്ന സിനിമ കണ്ട് ഞെട്ടിയതാണ്. നമ്മൾ മലയാളത്തിലൊക്കെ കാണുന്ന ഒരു സിനിമയുടെ ശൈലിയും കാര്യങ്ങളുമാണ് വരുന്നത്, പക്ഷേ ടോപ്പ് നോച്ച് ആയിട്ടുള്ള ടെക്നിക്കൽ ക്വാളിറ്റിയും അതിനോടൊപ്പം തന്നെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് ഒക്കെ ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയും കണ്ണടച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ഒരു ചിത്രമാണ് പാരസൈറ്റ്. 7 കുറച്ച് വർഷം മുമ്പോട്ടേക്ക് പോവാം. 12 ആംഗ്രി മാൻ എന്ന് പറയുന്ന സിനിമ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം. ഞാൻ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊന്നും കാണാറില്ല. എനിക്ക് അതിനോട് ഗംഭീരമായിട്ട്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പൊങ്ങില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. നീ ഒന്ന് കണ്ടു നോക്ക്. പിന്നാലെ നടന്നു, ഒരുപാട് വട്ടം കണ്ടു നോക്കാം, കണ്ടില്ല. അവസാനം അവൻ എന്നോട് പറഞ്ഞു, നീ ഒരു 5 മിനിറ്റ് കാണും, നിനക്ക് വർക്കായിട്ടില്ലെങ്കിൽ നിർത്തിക്കോ. അങ്ങനെയാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. ഈ സിനിമ ഞാൻ മൊത്തം ഇരുന്ന് കണ്ടു. മക്കളെ, ക്ലാസിക് ആണ്, ക്ലാസിക്. എന്നെപ്പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും കാണാതിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ 100% പറയുന്നു, നിങ്ങൾ മിസ് ചെയ്യുന്നത് ഈ ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ്. നിങ്ങൾ കണ്ടിരിക്കേണ്ട സിനിമയാണ്, അല്ലെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് സിനിമയാണ്. ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് 12 പേര് ചേർന്നിട്ട് ഒരു കുറ്റം തെളിയിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു കുറ്റം വിധി നിർണ്ണയിക്കുന്നതാണ്. ഇതാണ് ഈ ഒരു സിനിമയുടെ കഥ. ലോകത്തിൽ ഇതേപോലെ മറ്റൊരു സിനിമ, അല്ലെങ്കിൽ ഇതിന്റെ ട്വിസ്റ്റിൽ നിന്നിട്ടാണ് വേറെ പല സിനിമകളുടെയും ട്വിസ്റ്റുകൾ വരെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു സിനിമയിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു പഴയ സിനിമ കാണുക എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. ശേഷം ഇപ്പൊ ഞാൻ ഒരുപാട് മാറി കേട്ടോ. ബ്രഹ്മയുഗം ഒക്കെ അതിനൊരു
പോയത് സംഭവങ്ങളാണ്. ഇപ്പം ഞാൻ പഴയ സിനിമകളും കാണാറുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റിലേക്ക് പഴയ സിനിമകളും വരുന്നുണ്ട്. 8ാമത്തെ സിനിമ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്. സത്യം പറയാലോ, എൻ്റെ ലൈഫിലത്തെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു TQൻ്റെ ഒരു പടം തിയേറ്ററിൽ പോയി കാണണം എന്നുള്ള. ക്വെന്റിൻ ടാരന്റിനോ. ഇദ്ദേഹത്തിനോടുള്ള ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തോ ഒരു അബദ്ധത്തിലാണ് പൾപ്പ് ഫിക്ഷൻ ഒക്കെ കാണുന്നത്. IMDbയിൽ 250 സിനിമകൾ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഓരോന്നും എടുത്ത് കാണുന്ന ഒരു ടൈം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് പൾപ്പ് ഫിക്ഷൻ ഒക്കെ കാണുന്നത്. അന്ന് തുടങ്ങിയ ആരാധനയാണ്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സിനിമയെങ്കിലും തിയേറ്ററിൽ പോയി കാണണമെന്ന്. 9 സിനിമയെ ഡയറക്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ 8 സിനിമയായിട്ടുണ്ട്. 8 സിനിമയായിട്ടുണ്ട് എന്നാണ് തോന്നുന്നു. ഒരു സിനിമയും കൂടിയേ ഉള്ളൂ. അങ്ങനെയാണ് ഞാനിത് കാണുന്നത്. ഡികാപ്രിയോയും ബ്രാഡ് പിറ്റുമാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. രണ്ടാളുടെയും ഫാൻ ബോയ് ആണ്. അപ്പോൾ അങ്ങനെ തിയേറ്ററിൽ പോയി ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള ഒരു മൂഡ് പടം. എനിക്ക് ഓർമ്മയുണ്ട്, കാലിക്കറ്റ് ക്രൗണിൽ നിന്നാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത എൻ്റെ ഒരു ഡ്രീം മൊമെൻ്റ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് കാണുക എന്നുള്ളത്. അത് അങ്ങനെ സാധിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡ്രാമ, ഒരു സ്ലോ മൂഡ് ത്രില്ലർ, ഇദ്ദേഹത്തിൻ്റെ മേക്കിംഗ്, പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ഇദ്ദേഹത്തിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത് സാധാരണ നിങ്ങൾ കാണുന്ന ഒരു പാറ്റേൺ ആയിരിക്കില്ല. കുറച്ച് സ്ലോ ആയിരിക്കും. ഡയലോഗ്സിന് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു സിനിമയിൽ നടക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ കഴിഞ്ഞതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അധികവും ചർച്ച ചെയ്യുന്നത്. ഒരു സീനിന് ആവശ്യം അതാണല്ലോ, അടുത്ത സീനിലേക്കുള്ള കെട്ടുറപ്പിനുള്ള പരിപാടി. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ചിലപ്പോൾ സീനുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വിഷ്വൽ ഇങ്ങനെ വന്നു എന്ന് വരും. നമ്മൾ ആലോചിക്കും, ഇതിപ്പോൾ എന്താ പാട്, ഇതിപ്പോൾ എന്താ മൂഡ് എന്നൊക്കെ പറയുമല്ലോ. അതേപോലെ. അപ്പോൾ ഡയലോഗ്സിന് ഇങ്ങനെ ഒരുപാട് പ്രാധാന്യം, ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ലാഗ് അടിച്ചേക്കാം. പക്ഷേ ഒരു പ്യുവർ സിനിമ ആസ്വാദകൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരുപാട് സിനിമകൾ QT ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും കണ്ടുപോകുക. 9ാമത്തെ സിനിമ ദ ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് 3 സിനിമകൾ അടങ്ങുന്ന ഒരു ട്രിയോളജിയാണ്. ഞാൻ ഒറ്റൊരു സെക്ഷനായിട്ടാണ് പറയുന്നത്. ഇത് ഞാൻ കാണുന്നത്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൻ്റെ ഒരു സീരീസ് ഇറങ്ങിയായിരുന്നു, അതായത് ലോർഡ് ഓഫ് റിങ്സിൻ്റെ. അങ്ങനെ ആ ഒരു സീരീസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോർഡ് ഓഫ് ദ റിങ്സ് കാണുന്നത് തോന്നുന്നുണ്ട്. ആദ്യം ഒന്ന് സംഭവത്തിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുത്തെങ്കിലും ഏകദേശം 3 സിനിമകളും 3 മണിക്കൂർ വെച്ച് തന്നെ ദൈർഘ്യമുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ഒരുപാട് മുമ്പ് കാണുന്നതാണ്. ആ ഒരു സീരീസ് ഇറങ്ങി ആ ഒരു സീരീസിന് നല്ല അഭിപ്രായം വന്ന സമയത്ത്, അതായത് ഈ മൂവി സീരീസ് അല്ല, സെപ്പറേറ്റ് ആയിട്ട് ഒരു സീരീസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് കാണുന്നത്. എന്താ പറയുക, മൊത്തം ഞാൻ ഒറ്റ ഇരിപ്പിന് തന്നെ ഇരുന്ന് കണ്ടു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതായത് ഒരു 2-3 ദിവസം എടുത്ത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലാത്ത തരത്തിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള സാധനമാണ്. അപ്പോൾ ലോർഡ് ഓഫ് ദ റിങ്സ് ഒന്നും ഒരിക്കലും ഇൻറ്റർസ്റ്റെല്ലാർ പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമ വരെയോ ഒന്നും വാഴ്ത്തി പാടുന്നതായിട്ട് ഞാൻ കോമൺ ആയിട്ട് മലയാളി ഓഡിയൻസിൻ്റെ ഇടയിലാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഞാൻ അതൊന്നും കേട്ടിട്ടില്ല. സോ ട്രൈ ഇറ്റ്, വർത്താണ്. ഇനി 10ാമത്തെ സിനിമ ഇൻറ്റർസ്റ്റെല്ലാർ. ഞാൻ ഈ സിനിമയെ പറ്റി എന്താ പറയേണ്ടത്, ഇൻസ്റ്റഗ്രാമിലെ ഞാൻ ഈ സിനിമയെ കുറിച്ചിട്ട് വർണ്ണിക്കാത്ത ദിവസങ്ങളില്ല. മാസത്തിൽ എനിക്കൊരു വട്ടമെങ്കിലും ഇൻറ്റർസ്റ്റെല്ലാറിനെ കുറിച്ച് പറയണം. അത്രയും പ്രിയപ്പെട്ടതാണ് ഞാൻ ജീവിതത്തിൽ കണ്ട 10 സിനിമകളിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, അല്ലെങ്കിൽ 10-1 ഇൻറ്റർസ്റ്റെല്ലാറാണ്. ഇൻറ്റർസ്റ്റെല്ലാറിനെ നമുക്കൊരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ പറയാൻ പറ്റില്ല. ഇൻറ്റർസ്റ്റെല്ലാർ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇൻറ്റർസ്റ്റെല്ലാർ ഇഷ്ടപ്പെടാത്തവർ അതിൻ്റെ സയൻസ് മനസ്സിലാവാത്തവരാണ്. ആ സിനിമ എന്താന്നുള്ളത് മനസ്സിലാവാത്തവരാണ്. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, എടാ മികച്ച ഫ്രെയിം എച്ചാതി ലെവലിലാണ് ചെയ്തിട്ടുള്ളത്, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ഇൻറ്റർസ്റ്റെല്ലാർ ഇഷ്ടപ്പെടാത്ത എനിക്ക് തോന്നുന്നു ഒരു 1% ആളുകൾ മാത്രമേ ഇൻറ്റർസ്റ്റെല്ലാർ സിനിമയെ കുറിച്ചിട്ട് കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഭൂരിഭാഗം ആളുകൾക്കും ഇൻറ്റർസ്റ്റെല്ലാർ മനസ്സിലാവാത്തത് സിനിമയുടെ കണ്ടന്റ് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി മലയാളം സബ്ടൈറ്റിൽസും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വൈറസിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷേ ഇൻറ്റർസ്റ്റെല്ലാർ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് വിചാരിച്ചിട്ട് എനിക്ക് ലിങ്ക് എന്ന് അയച്ച മെസ്സേജ് ഉണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ലിങ്ക് കൊടുക്കാറില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ OTT പ്ലാറ്റ്ഫോംസ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്, മലയാളം സബ്ടൈറ്റിൽസ് കിട്ടും എന്നുള്ളത് മാത്രമേ ഞാൻ പറയാം. ബാക്കി നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ തപ്പി പിടിക്കുക, കാണുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഈ ലോകത്തിൽ പല ഭാഗങ്ങളിലായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട 33 സിനിമകൾ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടാൽ മതി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പിന്നെ നമ്മുടെ ഓൺലൈൻ കോഴ്സിൻ്റെ കേസ് പറഞ്ഞല്ലോ, സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ അതിൻ്റെ കാര്യം ഒന്ന് മൈൻഡിൽ വയ്ക്കുക. അത് ആവശ്യക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് തകർക്കാം. ഓക്കെ, ബൈ.